ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹോസ്റ്റലിൽ തട്ടിക്കുട്ടി എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമേ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ കടുക്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ ഞാൻ ഉള്ളി കുഞ്ഞായിരുന്നിട്ടാട്ടോ ഇട്ടത്. സാധാരണ ഇറച്ചിക്കൊക്കെ നീളത്തിൽ അരിയുന്നത്, പക്ഷെ ഞാൻ കുഞ്ഞായിട്ടാട്ടോ അരിഞ്ഞത്. വെളുത്തുള്ളി വാങ്ങാൻ മറന്നു പോയിരുന്നു, അതുകൊണ്ട് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ, പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കിഴങ്ങിട്ടിട്ട് എനിക്ക് കിഴങ്ങിട്ട് ഇങ്ങനെ ആ ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കിഴങ്ങ് എപ്പോഴും ആഡ് ചെയ്യുവേ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി തീരാറായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് ആഡ് ചെയ്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല, പിന്നെ കട്ട് ചെയ്ത് വെച്ച് ചിക്കനും, പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേവാനായിട്ട്. പിന്നെ അടച്ചൊരു 15-20 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കോവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഒരു 20 മിനിറ്റ്സിന് ശേഷം റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിന്ന് ചോറ്, ചിക്കൻ കറി, കോവയ്ക്ക മെഴുക്കുവരട്ടി, പപ്പടം, നമ്മുടെ കടയിൽ നിന്ന് കുഞ്ഞു പപ്പടം വാങ്ങാൻ കിട്ടിയായിരുന്നു കേട്ടോ. അതാട്ടോ പപ്പടം ഇരിക്കണത്. എൻ്റെ ഹോസ്റ്റലിൽ ഇന്ന് ഞായറാഴ്ച കൊണ്ട് മാത്രമാട്ടോ ഇത്രയും കറി ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു കറിയോ എന്തെങ്കിലും ഒഴിക്കാനും എന്തെങ്കിലും കടിക്കാനും അത്ര ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. കഴിക്കാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കറിയാണെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം ചോറുണ്ടാക്കിയോണ്ടാവണം ഞാൻ ഇന്ന് നിറയെ കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, ടേക്ക് കെയർ.